കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു മദ്രസാധ്യാപകനെ വിവാഹം ഉറപ്പിച്ചിട്ട് അതിൽ മനംനൊന്നിട്ട് ഒരു പെൺകുട്ടി ജീവനൊടുക്കിയെന്നായിരുന്ന വാർത്ത. വല്ലാത്ത സങ്കടം തോന്നിയ ഒരു വാർത്ത കണ്ടപ്പോൾ. ഇതിൻ്റെ സത്യാവസ്ഥ അതൊന്നുമല്ല. ആ ഒരു പെൺകുട്ടി ഒരു ആളെ പ്രണയിച്ചു. അതൊരു മദ്രസാധ്യാപകനെയാണ്. ഈ മദ്രസാധ്യാപനെ പ്രണയിച്ചിട്ട് ആ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാരത് സമ്മതിച്ചില്ല. കാര്യം ഒരു മദ്രസാധ്യാപകനാണ്. ഏറ്റവും ദുഃഖകരം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിനെ പഠിപ്പിച്ച മദ്രസാധ്യാപകനാണത്. ഒരു മദ്രസാധ്യാപകൻ ചെയ്യാൻ പാടില്ല. കുട്ടികളെ പ്രേമിക്കരുത് എന്ന് പറഞ്ഞ് നല്ലത് ഉപദേശിക്കേണ്ട ആളാണ് ഈ തെമ്മാടിത്തരം ചെയ്തത്. വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടി പരമാവധി വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തി നോക്കി ഇയാളെ തന്നെ കല്യാണം കഴിക്കണം. പക്ഷേ വീട്ടുകാർ സമ്മതിക്കേണ്ടേ? മദ്രസാധ്യാപകനായതുകൊണ്ട് സമ്മതിച്ചില്ല. അങ്ങനെ ഒടുവിൽ ഇത് സമ്മർദ്ദം ചെലുത്തി പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ പെൺകുട്ടി പ്രതിഷേധാർത്ഥം കുറച്ച് ഇതെടുത്ത് കഴിച്ചു. വീട്ടുകാരോട് പറയാതെ ചെറിയൊരളവിൽ. ഒടുവിൽ വീട്ടുകാർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കല്യാണം ഉറപ്പിച്ചു. കല്യാണം സമ്മതിച്ചു. ഈ സമ്മതിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിലായിട്ടാണ് പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. ഞാൻ പറയണതല്ല, ഈ മദ്രസാധ്യാപകൻ ചെയ്തൊരു തെമ്മാടിത്തരം ആലോചിച്ചു. ഞാൻ പറയുമ്പോൾ എല്ലാ മദ്രസാധ്യാപകന്മാരും ഉസ്താദന്മാരും ഒന്നുമില്ല. ഒന്ന് ആ പഠിപ്പിച്ച കുട്ടീനെ അയാൾ പ്രണയിക്കാൻ പാടുണ്ടോ? ഇവരൊക്കെ സമൂഹത്തിന് നല്ലത് ഉപദേശിക്കേണ്ട ആളുകളല്ലേ. ഒരു 19 വയസ്സുള്ള കഥയില്ലാത്ത ഒരു കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിനെ പ്രണയം നടിച്ചിട്ട് വിവാഹത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക, എന്നിട്ട് സമ്മർദ്ദം ചെലുത്തിക്കാം. ശരിക്കും അയാൾക്കെതിരല്ലേ കേസെടുക്കേണ്ടത്? കാരണം നിങ്ങൾ ഏതൊരാളും നോക്കിക്കോ, കൗമാരക്കാലം 18 വയസ്സായി 19 വയസ്സായി എന്ന് കരുതിയിട്ട് കൃത്യമായുള്ള ഒരു പക്വതയൊന്നും പെൺകുട്ടികൾക്ക് എത്തില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ പെൺകുട്ടിനെ പ്രണയിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ മദ്രസാധ്യാപകനാണ്. ഒരല്പം ബോധം ഉണ്ടെങ്കിൽ പഠിപ്പിച്ച ആ പെൺകുട്ടിനെയാണ് അയാൾ ഈ പ്രണയിച്ചത് എന്നുള്ളതാണ്. ഈ മദ്രസാധ്യാപനം ചെയ്ത തെമ്മാടിത്തരം വളരെ മോശമാണ്. ഇതിപ്പോൾ പ്രണയം എന്നുള്ളത് എല്ലായിടത്തും നടക്കുന്നുണ്ട്, അത് ആരെവിടെയും നടന്നോട്ടെ. പക്ഷെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ പ്രണയിക്കുക എന്ന് പറയുന്നത്, അത് ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ എന്തുമാത്രം സങ്കടം ഉണ്ടാവും. ചില പെൺകുട്ടികൾ തമ്മി തെറ്റിക്കഴിഞ്ഞാൽ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരാകെ ചെയ്യുക ഇതെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെയും ജീവൻ എടുക്കുക. അത് ആരുടെയും ഭാര്യ ആയിക്കോട്ടെ, കല്യാണത്തിന് വേണ്ടി ആയിക്കോട്ടെ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്യാണം എന്തായി? ജീവനോടെ തന്നെ ഇല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഒന്നാമതായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള കൗൺസിലിംഗ് കൊടുക്കുക. കുട്ടികൾ നന്നായിട്ട് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു പരിഹാരം ഉണ്ടാവും, ഏറെക്കുറെ പരിഹാരം ഉണ്ടാവും. കാരണം കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ മദ്രസാധ്യാപകർ ദയവേത് നിങ്ങളുടെ വില കളയരുത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി നിങ്ങളെ വലിയ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ വേഷം, നിങ്ങളുടെ സ്ഥാനം അങ്ങനെയാണ്. അതിനിടയിൽ ഇമ്മാതിരി തെമ്മാടിത്തരം കളിച്ചിട്ട് ഒരു കുടുംബത്തിൻ്റെ തീരാ സങ്കടത്തിന് നിങ്ങൾ കാരണമാവരുത്.